താങ്ക് യു. ഓ തമ്പിരാട്ടി, തമ്പിരാട്ടി ഇനിയും ശയിച്ചില്ല. ഓടാൻ വയ്യാത്തോൻ ചാടാൻ പോകരുത്. പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ അന്തസ്സോടെ പ്രേമിക്കണം, ചാവണമെന്നുണ്ടെങ്കിൽ അന്തസ്സോടെ ചാവണം. അല്ലാതെ ഒരുമാതിരി നാട്ടുകാരെയും വീട്ടുകാരെയും മെനക്കെടുത്തരുത്. ഇനി ഇപ്പൊ പ്രശ്നമൊന്നും വേണ്ട, ബാലേട്ടൻ പോയി കിടന്നുറങ്ങ്. അങ്ങനെ എളുപ്പം തന്നെ ഉറക്കണ്ട. അറിയോ, ഈ ചന്ദ്രോത്ത് തറവാട്ടില് ഒന്നിനും കൊള്ളരുതാത്തവനായിരുന്നു ഈ ബാലകൃഷ്ണൻ. മതി, കുളിച്ചു വന്ന് അത്താരം ഉണ്ടോ നോക്ക്. ഓ, കുളിപ്പിക്കല്ലേ, എന്നെ കുളിപ്പിക്കല്ലേ. ആരാടി നീ? തലയ്ക്ക് വെളിവില്ലാതായോ? ഞാൻ നിങ്ങളുടെ ഭാര്യ. ഓ, മൈ മിസ്സിസ് ഭാഗ്യലക്ഷ്മി. അറിയില്ലേ, ചന്ദ്രോത്ത് അനന്തൻ നായരുടെ മൂന്നാമത്തെ പുത്രി. എന്നെ ഭർത്താവായി അംഗീകരിക്കാൻ നിനക്ക് പുണ്യം തോന്നുന്നില്ലേ? എന്തൊക്കെയാ പറയണേ? ഇല്ലടി, ഒന്നും ഞാൻ മറന്നിട്ടില്ല. മുറപ്രകാരം ഈ മുറച്ചെറുക്കന് പെണ്ണ് ചോദിച്ചു വന്നപ്പോ എന്റെ അമ്മയെ നിന്റെ അച്ഛൻ ആട്ടിയിറക്കി. ഒടുവിൽ ചട്ടുകാലി പെണ്ണിനെ ആരും കെട്ടാനില്ലാതായപ്പോ എന്റെ തലയിലോട്ടങ്ങ് കെട്ടിവെച്ചു. ഇല്ല, ഒന്നും ഞാൻ മറന്നിട്ടില്ല. ബാലേട്ടാ മതി, ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ പറയാം. എനിക്ക് തോന്നുമ്പം പറയും, തോന്നുമ്പം കരയും, തോന്നുമ്പം ചിരിക്കും. എന്നെ ഉപദേശിക്കാൻ ആരും വളർന്നിട്ടില്ല. മനസ്സിലായ? മനസ്സിലായ? ആരും വളർന്നിട്ടില്ല. അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോ വളരാനാ? എങ്ങോട്ടാ? ഒന്ന് മുറ്റം വരെ. എന്തിന്? കള്ളു കുടിച്ചവന്റെ കോമാളിത്തരം കേൾക്കാനോ? എന്നാ പിന്നെ ഇവിടെ നിൽക്കല്ലേ. ഓ, ഇനി തുടങ്ങി. സങ്കടമുണ്ട് അച്ചൂട്ടി, സങ്കടമുണ്ട്. ഒന്നും മറക്കാൻ പറ്റുന്നില്ല. കണ്ടോ ആ കസേര? അതിലായിരുന്നു അന്ന് ചന്ദ്രോത്ത് അനന്തൻ നായർ ഇരുന്നിരുന്നത്. ദേ ഇവിടെ അല്ലടി ഇവൾ നിന്നിരുന്നത്, എന്റെ മുറപ്പെണ്ണ്. ദേ ആ തൂണിന് മറവിൽ ഞാനും എന്റെ അമ്മയും. ആ വാതിലിനപ്പുറത്ത് അമ്മായി തമ്പുരാട്ടിയും പരിവാരങ്ങളും മറഞ്ഞു നിന്നു. അതെ, ഞാൻ ഓർക്കുന്നു. അന്നൊരു ചിങ്ങമാസം 1-ാം തീയതിയായിരുന്നു. അമ്മയും ഞാനും മുറപ്രകാരം പെണ്ണ് ചോദിച്ചു വന്നു. വളരെ പ്രതീക്ഷയോടെയായിരുന്നു. എല്ലാം ഒരുക്കി ഞങ്ങൾ വന്നു. സമ്മതിച്ച ചിങ്ങം 18-ന് കല്യാണം. പക്ഷെ പെണ്ണ് ചോദിച്ചതും എന്റെ അമ്മയുടെ മുഖത്തിട്ട് അനന്തൻ നായർ എന്നൊരാട്ട്. എന്താ പേടിച്ചു പോയ? അല്ല, പെട്ടെന്ന് ആട്ടിയപ്പോ പിന്നെ പറഞ്ഞിട്ടാട്ടാൻ പറ്റുമോ? ഇല്ല, തീർന്നില്ല. എനിക്ക് പെണ്ണ് തന്നാൽ ഈ തറവാടിന്റെ പടി കയറില്ല എന്ന് ആ മൂശേട്ട കഷണ്ടി മാസ്റ്ററുടെ ഒരു പ്രഖ്യാപനം. നാറി പടിയടച്ചു പിണ്ടം വെച്ചാലും പടി വിട്ടിറങ്ങില്ല ആ കോന്തം ആയിരുന്നു. എനിക്കല്ലേ അറിയൂ. അയാള് ചീള് കള്ളു കുടിച്ചാ വായിച്ചിരിക്കണം. ആണോ? ആണോ? എന്നാലൊന്ന് കിടന്നാട്ടെ. എന്തിനാണോ കിടക്കണത്? കള്ളു കുടിച്ചാ വയറ്റിലിരിക്കണമെന്നല്ലേ പറഞ്ഞേ? ഒന്ന് കിടന്നു തരാതെ ഞാൻ എങ്ങനാ ഈ വയറ്റിലോട്ട് കയറി ഇരിക്കണേ? ബഹളം. അത്താഴം ഉണ്ടിട്ട് ഉറങ്ങാറായില്ലേ ഇതുവരെ? അയൽവക്കക്കാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അടങ്ങും നിർബന്ധ. എടാ അച്ചൂട്ടി, നീ പോയില്ലേ? എങ്കി പോ. കള്ളും കുടിച്ചൊന്ന് വേണ്ടാതിനും പറയുമ്പോ അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? എടാ ബാലകൃഷ്ണ, അടിയൻ ഞാൻ പലവട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് കള്ളും കുടിച്ചോണ്ട് ഈ വീട്ടിനകത്ത് ഇങ്ങനെ കയറി വരരുതെന്ന്. എടാ എവിടെ അച്ഛൻ എങ്ങാണ്ടോ ഒരു കാലത്ത് ഏതാണ്ടോ പറഞ്ഞെന്ന് വെച്ചാ നീ എന്താടാ എപ്പോഴും അവളെ ഇങ്ങോട്ട് കരയിപ്പിക്കുന്നത്? അവള് കരയണം. ആ കണ്ണീര് കാണണം. അങ്ങ് അകലെ നിന്ന് 2 ആത്മാക്കൾ, എന്റെ അമ്മയും ദുഷ്ടനായ ഇവളുടെ അച്ഛൻ അനന്തൻ നായരും, അമ്മായിയുടെ ഭർത്താവ്. That is my revenge. ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമകനായി വരുമ്പോഴേ മരപ്പട്ടിയും ചെഞ്ചീരും മുള്ളമന്തിയും ഒക്കെ അതാ അങ്ങ് പറമ്പിലാ. ഇപ്പൊ അതെല്ലാം കൂടി ഇങ്ങ് അകത്തായി. 2 പെൺമക്കളാ എനിക്ക്. അതാ ഇരിക്കുന്ന കണ്ണുറന്ന് നോക്കുക. എന്താ ഉള്ളതെന്ന് വെച്ചാൽ വീതിച്ചു തന്നാ എങ്ങോട്ടെങ്കിലും പോവായിരുന്നു. സ്വസ്ഥായിട്ട് കഴിയാലോ. കഴിഞ്ഞ ആഴ്ച കൂടി ചേട്ടൻ എഴുതി ചോദിച്ചു പാർട്ടീഷന്റെ കാര്യം എന്തായെന്ന്. ഞാൻ എന്നും പറയാറുള്ളതാണല്ലോ,
കുഞ്ഞനന്ദൻ ഒരു വഴിക്ക് എത്താതെ ആരും ഇവിടെ സ്വത്തോഹരിയുടെ കാര്യം ആലോചിക്കണ്ട. വിഷം കഴിച്ചിട്ട് പോലും ഒരു വഴിയിലെത്താത്ത കുഞ്ഞനന്തൻ ഇനി ഏത് പെരുവഴിയിലെത്താനാ? കൂടപ്പറപ്പുകളെ ആരെയും എനിക്ക് വിശ്വാസമില്ല. എന്റെ കണ്ണടഞ്ഞ പിന്നെ എന്റെ മോൻ ആരും ഉണ്ടാവില്ല. അവന് കണ്ടക ശനിയ. എന്റെ ദേവി, എന്റെ മോനെ കാത്തോളെ. കണ്ടകശ്ശേരി കൊണ്ടേ പോകുന്ന ഇത് കൊണ്ടും പോകുന്നില്ല. ഇതെന്തൊരു പരീക്ഷണ ഭഗവാനെ. ഉൾവാനിപ്പെത്തും മടി പിടിച്ചൊരുറക്കം. ഡൊണേഷനും ഫീസും കൊടുത്ത് മുടിഞ്ഞു. പ്രോഗ്രസ് റിപ്പോർട്ട് വരട്ടെ, അപ്പ പറയാം. കൊഞ്ഞനം കാണിക്കുന്നു. എടീ മഹാലക്ഷ്മി, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. പുലർച്ചെ കണ്ട സ്വപ്നമായതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട്. വളർന്നു വലുതായി 16 വയസ്സ് തികഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഈ ഇരട്ട പെൺമക്കൾ സ്വർണ്ണക്കസുള്ള പട്ടുകുപ്പായം അണിഞ്ഞ് കൂന്നൂരിലെയും മൂന്നാറിലെയും മാഞ്ചിയം തേക്കിൻ മരങ്ങൾക്കിടയിലൂടെ 2 അപ്സരസുകളെ പോലെ അവർ ഓടിക്കളിക്കുന്നു, പാറിക്കളിക്കുന്നു. സ്വപ്നം കാണാൻ കൊള്ളാം. ധൈര്യം ഇതില്ലേ നിങ്ങള്? ഇതപ്പോ ചെയ്യാം. മമ്മി വാൻ വന്നു. ഞാൻ പോവാ, എന്റെ ഒപ്പം വേണ്ട. ഹായ് ഹായ് കുക്കു. ദേവിക്കു വഴക്കുണ്ടാക്കരുത്, ഒന്നിച്ചു പോയാ മതി. ടാറ്റാ മമ്മി, ടാറ്റാ ഡാഡി. സൂക്ഷിച്ചു പോണേ. ടാറ്റാ പപ്പ. ചാച്ചാ കുക്കു നിങ്ങളെ കറപ്പിക്കാൻ പാറിക്കളി. നോക്കും മനുഷ്യ. ഓ, ഇനി ഒരുങ്ങിയിട്ട് എപ്പോഴാ? എന്നും ലൈറ്റായി ഞാൻ സ്കൂളിൽ എത്താറുള്ളൂ. പാറിക്കളിക്കുന്നു, ഓടിക്കളിക്കുന്നു. ലലലലലലലല, ലലലലലലലലല. പാറിക്കളിക്കുന്നു, ഓടിക്കളിക്കുന്നു, നടന്നു കളിക്കുന്നു. കീറിപ്പോയ യൗവനത്തെ വാർത്തയ്ക്കും വെള്ളമൂല് കൊണ്ട് ഇടതുന്നി. ഇനി അതിപ്പോ ചായം തേച്ച് കറുപ്പിക്കാനുള്ള ശ്രമത്തിലല്ലേ? സോറി, ഇന്നലെ ഞാൻ അല്പം ബോറായി പോയി. ഞാനെന്നും ബോറൻ തന്നെയാണല്ലോ. മദ്യപിച്ചപ്പോ മനസ്സിൽ ചില പ്രതികാരങ്ങൾ നാം പെടുത്തു. ഹലോ, താൻ ഇന്നലെ വിളിച്ചു പോയത് സത്യം തന്നെയാ. ഈ തറവാടുന്ന് നിനക്ക് പെണ്ണ് തരുന്ന കാര്യത്തിന് ശക്തിയായി എതിർത്തത് ഞാൻ തന്നെയാ. വകുപ്പ് നോക്കുമ്പോ നീ അനന്തൻ നായരുടെ അനന്തരവനാ. പക്ഷെ പെണ്ണ് ചോദിക്കുമ്പോ അതിൻ്റെതായ ചില യോഗ്യതകളൊക്കെ വേണ്ടേ? ഈ സൗന്ദര്യം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണോ. ഓഹോ, ഈ കണ്ണും മൂക്കും പല്ലുള്ളത് കൊണ്ട് മാത്രം ഒരു മുഖമില്ല, മനസ്സിലായോ? ഡോ, ഈ ചന്ദ്രോത്ത് തറവാട്ടുകാര് ഈ രാമുണ്ണി മാഷ വില എട്ടിയെടുത്തിരിക്കുന്നത് അറിയോ? അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില അഹംഭാവങ്ങളൊക്കെ എനിക്കുണ്ട്. ആയ കാലത്ത് എന്റെ മുഖ സൗന്ദര്യം നീ കണ്ടിരുന്നോ? കണ്ണാടിയിൽ നോക്കിയാൽ എനിക്ക് തന്നെ കൊതി തോന്നും. ചെറുതിലെ ഞാൻ ചിരിക്കുമ്പോ ദേ ഈ 2 കവിളിലും ഓരോ നുണക്കുഴി വീതം വിടലുമായിരുന്നു. ഇപ്പൊ ചിരിക്കാതെ തന്നെ വിരിയുമല്ലോ. എടോ, ഇങ്ങോട്ട് നോക്കുക. പഴയതല്ല ഇനി അങ്ങോട്ട് മറക്കുക. ഗുരുത്വദോഷം കൊണ്ട് നീ ആശിച്ച പെണ്ണിനെ തന്നെ നിനക്ക് ഭാര്യയായി കിട്ടുകയും ചെയ്തു. ഇപ്പൊ ഒരേ വണ്ടിയില് 2 പാസഞ്ചേഴ്സാണ് നമ്മള്. ഇപ്പൊ ഇവിടുത്തെ പൊതുശത്രു പരേതനായ അനന്തൻ നായരല്ല, പിന്നെ ചന്ദ്രോത്ത് അനന്തൻ നായരുടെ സീമന്തപുത്രൻ കുഞ്ഞനന്തൻ. അതേടോ, ഇന്നലെ വീണ്ടും ആ പരട്ടത്തള്ള പറഞ്ഞു കുഞ്ഞനന്തന് ജോലി കിട്ടിയാലേ പാർട്ടിഷൻ നടക്കൂ. എങ്കിൽ ഈ ജന്മത്തിൽ അങ്ങനെ ഒരു സംഭവം നടക്കില്ല. അതുകൊണ്ട് നമ്മൾ തമ്മിൽ യൂണിറ്റ് ഉണ്ടാവണം. ഗതികെട്ട സാത്താനെ സേവിക്കണം എന്നാണല്ലോ പഴഞ്ചൊല്ല്. സേവിക്കാം, സാത്താനെ തന്നെ സേവിക്കാം. വരട്ടെ.